പാർലമെന്റിൽ അവതരിപ്പിച്ച് പരാജയപ്പെട്ട ഭേദഗതി ബിൽ ഭൂലോക തട്ടിപ്പാണ് എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഭൂലോക തട്ടിപ്പാണെന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, യഥാർത്ഥത്തിൽ ഇപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ കരയുണ്ട് പ്രധാനമന്ത്രി. സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കണം എന്നാണ് തീരുമാനിച്ചതെങ്കിൽ, അങ്ങനെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. 2023 തീരുമാനിച്ചിട്ടുണ്ട്. 2023 അങ്ങനെ ഒരു തീരുമാനം പാർലമെന്റിന്റെ 2 സഭകളും എടുത്തിട്ട് പാസ്സാക്കിയിട്ട് 2026 ഏപ്രിൽ വരെ ഇതുവരെ എന്തുകൊണ്ട് അത് നോട്ടിഫൈ ചെയ്തില്ല? ആദ്യം നോട്ടിഫൈ ഉണ്ടായി, പ്രസ്താവന വന്നാൽ നോട്ടിഫൈ ചെയ്യാതിരുന്ന എന്തുകൊണ്ട് ആ കാര്യം? രണ്ടാമത് ഇപ്പൊ ഡീലിമിറ്റേഷന്റെ കാര്യം, എന്തിനാണ് ഇത് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെടുത്തുന്നത്? ഇപ്പോഴുള്ള 540-ൽ 180 സീറ്റ് വനിതകൾക്കായി റിസർവ് ചെയ്താൽ പോരെ? പിന്നെ ഡീലിമിറ്റേഷൻ വരുമ്പോൾ നമുക്ക് അപ്പം ആലോചിക്കാം. ഡീലിമിറ്റേഷനുമായി ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു? ഒന്ന്, ഡീലിമിറ്റേഷൻ നടക്കണമെങ്കിൽ സെൻസസ് ഡാറ്റ എടുത്ത് ഡീലിമിറ്റ് ചെയ്യണം. അപ്പൊ 2029 പോലും ചിലപ്പോൾ ഇത് സാധ്യമാവില്ല. പിന്നെ 2034 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരിക. 2034 വരെ നടപ്പാവില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ പരാജയപ്പെടുമെന്ന് ഉറപ്പായിട്ടും പാർലമെന്റിൽ ഇട്ടതിന്റെ കാര്യം എന്താ? ഇനി 2011 സെൻസസ് ഡാറ്റയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ, അതനുസരിച്ച് ഡീലിമിറ്റേഷൻ നടത്താൻ ആണ് തീരുമാനിക്കുന്നതെങ്കിൽ അതിലുള്ള പ്രശ്നങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. കാരണം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോപ്പുലേഷൻ കുറയുകയും ജനസംഖ്യ കുറയുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കൂടുകയും ചെയ്യുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നുള്ള ഇക്വേഷൻ മുഴുവൻ പോകും എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ 20 എന്നുള്ളത് 15 ആവാം, 18 ആവാം, 17 ആവാം. തമിഴ്നാട്ടിൽ ഉള്ളത്, കേരളം, തമിഴ്നാട്, ആന്ധ്ര, കർണാടക ഒക്കെ കുറയും, UP, ബീഹാർ ഒക്കെ കൂടും ഡീലിമിറ്റേഷൻ നടത്തിയാൽ. അപ്പോൾ 540 ആവാം, അല്ലെങ്കിൽ കൂടുതലാക്കാം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, 2026 നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇപ്പോഴൊരു ഈ ബില്ല് അവതരിപ്പിക്കുന്നതിന്റെ കാര്യം എന്തിനാ? 2029 ഇലക്ഷൻ ഉള്ളത്. ഈ ബില്ല് കൊണ്ടുവരുന്നതിന്റെ പിന്നിലെ ദുരുദ്ദേശം സ്ത്രീകൾക്ക് സംവരണം കൊടുക്കുക എന്നതല്ല. ഇപ്പോൾ 334A പാസ്സായതാണല്ലോ ഓൾറെഡി സംവരണത്തിന്റെ. ആ പാസ്സായ എന്താ എടുക്കാത്തത്? അത് എന്തുകൊണ്ട് നടപ്പാക്കിക്കൂടാ എന്ന ചോദ്യം വരുന്നു. ഇനി സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും വലിയ സംഗതിയാണ് പറയുന്നതെങ്കിൽ, സ്ത്രീകളാണ് ഇവരുടെ ടാർഗറ്റ് എങ്കിൽ, സ്ത്രീകളെ ഉദ്ധരിക്കലാണ് കാര്യമെങ്കിൽ, അത് ഈ പറഞ്ഞതുപോലെ 540 ചെയ്താൽ പോരെ എന്ന ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. മറ്റൊന്ന്, ഈ 2034 പോലും നടപ്പാക്കാൻ കഴിയുമോ എന്ന് സംശയമുള്ള ഒന്നിന്റെ പേരിലാണ് ഇപ്പൊ കരച്ചിൽ. സ്ത്രീകൾക്ക് വേണ്ടി കരയുന്നു എന്ന് പറയുന്നതിലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സ്ത്രീകളുടെ 100 കണക്കിന് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. 100 കണക്കിന് വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ട്, കത്തുവായാലും അല്ലെങ്കിൽ അതുപോലെയുള്ള നിരവധിയായാലും, മണിപ്പൂരായാലും സ്ത്രീകൾ അപമാനിക്കപ്പെട്ടിട്ട് പ്രധാനമന്ത്രി ആ നാട്ടിലൊന്ന് പോകാൻ പോലും വർഷങ്ങളെടുത്തു എന്ന് പറഞ്ഞാൽ, അപ്പൊ സ്ത്രീകളോട് അത്ര വലിയ ഒരു ആഭിമുഖ്യമുള്ള ഒരാളാണ്, അല്ലെങ്കിൽ സ്ത്രീകളുടെ സംരക്ഷകനാണ് താൻ എന്ന് പറയുന്നത് ഒരു കാര്യം. പിന്നെ ഇത് സ്ത്രീ ഭ്രൂണഹത്യക്ക് തുല്യമാണെന്നാണ്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി, ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ത്യയിൽ സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ ഏതാന്ന് അങ്ങേക്ക് അറിയൂ? കേരളം അതിൽ 1ാമതാണ്, തമിഴ്നാട് 2ാമത് വരുന്നത്. സ്ത്രീകളുടെ അനുപാതം ഏറ്റവും കൂടി നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. എന്തുകൊണ്ടാണ് അങ്ങയുടെ പാർട്ടി 12 വർഷമായി ഇന്ത്യയും പല വർഷങ്ങളായി പല സംസ്ഥാനങ്ങളും ഭരിച്ചിട്ടും അവിടെ സ്ത്രീകളുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നത് എന്നൊന്ന് നോക്കിയാൽ ഈ സ്ത്രീ ഭ്രൂണഹത്യ എന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സംഗതി മനസ്സിലാവും. മാത്രമല്ല, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ ഇത് കൊടുക്കുന്നതിനെതിരെയാണ്. ഇപ്പോൾ ഇതിനു മുമ്പ് കഴിഞ്ഞ 2 സർക്കാരുകൾക്ക്, ഈ 2014-ലും 2019-ലും അധികാരത്തിൽ വന്ന സർക്കാർ 3/2 ഭൂരിപക്ഷം അങ്ങേക്ക് ഉണ്ടായിരുന്നല്ലോ, അങ്ങയുടെ സർക്കാരിനുണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് അന്ന് ഇത് പാസ്സാക്കാഞ്ഞത്? വാജ്പേയി സർക്കാരിന് ചെയ്യായിരുന്നല്ലോ, എന്തേ പാസ്സാക്കാഞ്ഞത്? ഇത് വന്നപ്പോൾ ഇതിന് ഇട്ടിരുന്ന ഒരു തടസ്സമുണ്ട്. BJP അടക്കം പറഞ്ഞിരുന്നൊരു കാര്യം, OBCക്ക് പ്രത്യേക കോട്ട വേണം, SC/ST പോലെ OBCക്ക് കോട്ട വേണം. 2026 കൊണ്ടുവന്ന നിയമത്തിൽ OBCക്ക് കോട്ടയുണ്ടോ? ഇല്ലല്ലോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞതിനെ തന്നെ 100% നിങ്ങൾ ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പോ രാഷ്ട്രീയ പാർട്ടികളിൽ എനിക്ക് തോന്നുന്നു തൃണമൂൽ കോൺഗ്രസ് ഒഴിച്ച് ബാക്കി ഒരു കക്ഷിയും സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കാറില്ല. സ്ത്രീകൾക്ക് വളരെ കുറഞ്ഞ പ്രാതിനിധ്യമേ ഉള്ളൂ. ഇപ്പൊ ഈ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒരു പാർട്ടിക്ക് വേണ്ടി, അത് തൃണമൂലിന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ മത്സരിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് കേരളത്തില് കോൺഗ്രസോ CPM-ഓ BJP-യോ ആരും കൊടുത്തില്ലല്ലോ? എന്തേ കൊടുക്കാൻ കഴിയാതിരുന്നത്? എന്തേ ബംഗാളിൽ CPM-ന് ചെയ്യാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ BJP-ക്ക് ചെയ്യാൻ പറ്റാതിരുന്നത്?
അപ്പൊ അർത്ഥം വളരെ ക്ലിയർ ആണ്, ഇത് സ്ത്രീകൾക്ക് വേണ്ടിയല്ല. ഇനി ഇതിന്റെ പേരിൽ ഒരു വലിയ കരച്ചിൽ, ഞാൻ സ്ത്രീകൾക്കൊപ്പമാണ്, സഹോദരിമാരെ മാപ്പ്. മോഡി മാപ്പ് പറയേണ്ട കാര്യം ഇതല്ല കേട്ടോ. മാപ്പ് പറയേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ കത്തുവായും മണിപ്പൂരും അടക്കമുള്ള സ്ത്രീകളെ, ഗുജറാത്ത് അടക്കം സ്ത്രീകൾക്കെതിരായി വലിയ അതിക്രമം നടന്ന സ്ഥലത്ത് പ്രതികളെ പോലും രക്ഷിക്കുന്ന തരത്തിലേക്ക് ഉന്നാവൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ എന്ത് നിലപാടാണ് BJP സ്വീകരിച്ചത്? അതിലെ പ്രതികളെ ജാമ്യം കിട്ടി വന്നാൽ മാലയിട്ട് സ്വീകരിക്കുന്ന BJP-കാരെയല്ലേ നമ്മൾ കണ്ടത് സ്ത്രീപീഡന കേസുകളിൽ. എന്നിട്ട് അവിടെ ഒന്നും മാപ്പ് പറയാതെ ഇപ്പോൾ വന്ന് മാപ്പ് പറയുന്നു. എന്തിനു മാപ്പ് പറയുന്നു? കള്ളത്തരം ചെയ്തിട്ടോ, കള്ളത്തരം പിടിച്ചിട്ടോ. അപ്പോ BJP-ക്ക് അവർക്ക് സ്ത്രീകളെ കൊടുക്കാൻ പറ്റില്ല. ഇതൊക്കെ കഴിഞ്ഞ് അവസാനം ദൂരദർശന്റെ ചാനൽ ഉപയോഗിച്ച്, അവിടെ വലിയൊരു തെറ്റുണ്ട്. ഇലക്ഷന് 2 ദിവസമുള്ളൂ ബംഗാളിലും തമിഴ്നാട്ടിലും. ദൂരദർശന്റെ ചാനൽ ഉപേക്ഷിച്ച് സ്ത്രീകൾക്ക് വേണ്ടി നെഞ്ചത്തടിച്ച് കരയുക. സ്ത്രീകൾക്ക് വേണ്ടി നെഞ്ചത്തടിച്ച് കരയാൻ ദൂരദർശന്റെ ചാനൽ ഉപയോഗിക്കാൻ പാടില്ല പ്രധാനമന്ത്രി. കാരണം അത് ഔദ്യോഗികമായ ചാനലുകൾ ഉപയോഗിക്കലാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തന്നെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുന്ന തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങ് ചെയ്തത് നിയമലംഘനമാണ് പ്രധാനമന്ത്രി. കാരണം ഈ നിയമലംഘനം വളരെ പരസ്യമായ നിയമലംഘനമാണ്. ദൂരദർശൻ സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ സ്ഥാപനത്തിൽ വന്ന് ഇത്തരത്തിൽ, അല്ലെങ്കിൽ എല്ലാ പാർട്ടിയും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ അങ്ങ് പ്രതിപക്ഷ നേതാവിനും കൊടുക്കൂ ഇതിനുള്ള അവസരം, മറ്റു പാർട്ടികൾക്ക് കൊടുക്കൂ. എന്താ കൊടുക്കാത്തത്? പ്രധാനമന്ത്രി മാത്രം വന്ന് ഞാൻ സ്ത്രീകളുടെ കൂടെ നിൽക്കാന്നു. 2034 ചെയ്യാൻ കഴിയാത്ത കാര്യത്തിന് ഇപ്പൊ വന്നിട്ട് കരഞ്ഞിട്ട് എന്താ കാര്യം? ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ 2023 നിയമം പാസ്സാക്കിയിട്ട് 2026 ഏപ്രിൽ വരെ അതിനൊരു ചട്ടമാണ്, അതൊരു വിജ്ഞാപനം വരാതിരിക്കണം. എന്താ എവിടെ വിജ്ഞാപനം? 2023 തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം എവിടെ പ്രധാനമന്ത്രി? രാജ്യസഭയിൽ ലോക്സഭയിൽ തീരുമാനിച്ച വിജ്ഞാപനം എവിടെ? എന്നിട്ട് ഇപ്പൊ വന്ന് ദൂരദർശനിലൂടെ അല്ലെങ്കിൽ സർക്കാർ മാധ്യമത്തിലൂടെ സ്ത്രീകൾക്ക് അനുകൂലമായി എന്തോ കണ്ണീരൊഴുക്കുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരമൊക്കെ കൊടുത്ത സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ ഉണ്ട്. അങ്ങ് ഈ മണ്ടത്തരം. അതുകൊണ്ടാണ് മമതാ ബാനർജി എടുത്തടിച്ച പോലെ പറഞ്ഞത്, ബംഗാളിൽ ഞാൻ കൊടുത്തത്ര സ്ത്രീകളുടെ പ്രാതിനിധ്യം നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമോ? കൊടുത്തില്ലല്ലോ, പിന്നെ ആരോട് കരയുന്നു? തമിഴ്നാട്ടിൽ കഴിയില്ല. അതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ ഈ കരച്ചിൽ തമാശ വെച്ചാൽ അല്ലെങ്കിൽ ഒരു അപമാനകരമാണെന്ന് മാത്രമല്ല, നിയമവിരുദ്ധവുമാണ്. കള്ളക്കരച്ചിലാണ്, അത് നിയമവിരുദ്ധമായ കരച്ചിലാണ്. ഇത് നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും. കാരണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഈ ദൂരദർശനമൊക്കെ ബംഗാളിലും തമിഴ്നാട്ടിലും ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ വരില്ലേ? അവിടെ വന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഏതോ ദൈവത്തിന്റെ പ്രസ്താവന പോലെയല്ലേ ആൾ കണക്കാക്കുക? സർക്കാർ മാധ്യമത്തിലല്ലേ വരുന്നേ. അതുകൊണ്ട് ഈ തിരക്ക് പിടിച്ചിട്ടുള്ള ഈ പാർലമെന്റിന്റെ പാസ്സാക്കാൻ ശ്രമിക്കലും പരാജയപ്പെടുമെന്ന് ഉറപ്പായിട്ട്, അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളുമായി സമവായത്തിലെത്തിയതിനു ശേഷം വേണം ഒരു ഭരണഘടനാ ഭേദഗതി ബിൽ അവതരിപ്പിക്കാൻ. 2014 മുതൽ 19 വരെ, 19 മുതൽ 24 വരെ നിങ്ങൾക്ക് 3/2 ഭൂരിപക്ഷം ഉണ്ടായിരുന്നപ്പോൾ ചെയ്യാത്തൊരു കാര്യം, 3/2 ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ട് പ്രതിപക്ഷം സഹകരിച്ചില്ല എന്ന് പറയുന്നത് നിങ്ങൾ എന്തേ അന്ന് പാസ്സാക്കായിരുന്നില്ലേ? 24 പാസ്സാക്കായിരുന്നല്ലോ, 24 മുമ്പ് പാസ്സാക്കായിരുന്നല്ലോ. അപ്പോൾ കാപട്യം എന്ന് തന്നെ ഇതിന് പറയേണ്ടി വരും.